പിന്നെ പുതുതായി എല്ലാവർക്കും സ്വാഗതം. കേസ് കോങ്ങണെന്ന് വിചാരിക്കേണ്ട സംഭവം ഞാൻ ഇങ്ങോട്ട് തന്നെ നോക്കണത്, പക്ഷെ അതിങ്ങനെ പോണതാണ് സംഭവം വീഡിയോ എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെറിയൊരു സാധനം റിവ്യൂ ചെയ്യാൻ പോകണം. സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മൈക്കാണ്. വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ ശബ്ദം അഥവാ സൗണ്ട് റെഡി ആവാനായിട്ട് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നിൻ്റെ തലേന്ന് വാങ്ങിയ സാധനമാണിത്. ഇത് നമ്മളെ കാനൺ വയർലെസ് എന്നൊക്കെ പറഞ്ഞോളെ വയർലെസ് ഇതായിട്ട് വന്നതാണ്. വയർലെസ് മൈക്രോഫോണാണ് കാനൻ്റെ. ഇതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളെ ചാർജിങ് പോർട്ടിൻ്റെ അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ മതി. എന്തായാലും നമുക്കൊന്ന് അയച്ചു നോക്കാം. അല്ലേ സമാധാനമല്ല, നമ്മളെ ഗേൾസൊന്നല്ല എൻ്റെ ഇതുണ്ട്. ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിൽ പോയി ഇതൊക്കെ തന്നെ കഥ. ഇതാപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് അതിന് മുമ്പൊന്ന് ഇതാക്കി. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളായിട്ട് വരുന്നത് 2 മൈക്ക് അതിൽ വരുന്നു കേട്ടോ. നമുക്ക് ഒന്ന് ഇതിലൊന്നുണ്ട്, പിന്നെ ഒന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇതിൻ്റെ യൂസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ യൂസർ മാനുവലുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് വാങ്ങിയപ്പോൾ ഞാൻ നോക്കി. ഇത് ശരിക്കും ഇത് ചൈന പ്രൊഡക്റ്റാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കാണുമെന്ന് അറിയില്ല. എന്തായാലും നോക്കി കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവലാണിത്. ചൈന അറിയണവർക്ക് ചൈന വായിക്കുക, അല്ലാത്തവർക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ ഇംഗ്ലീഷും വായിക്കാൻ പറ്റും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നമ്മളെ സാധനത്തിൻ്റെ ശബ്ദം എങ്ങനെയുണ്ടോ നമ്മൾ നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് തന്നെ അതിൽ തന്നെ നമുക്ക് നമ്മളെ കേബിള് കുത്തിയേക്കേണ്ട സംഭവം കാര്യങ്ങൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു കേബിൾ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ കേബിൾ എന്ന് പറഞ്ഞ സാധനം. ഇത് ചെറുതാണെങ്കിൽ വർഷത്തിന് നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ അറിയില്ല, നമ്മൾ ട്രൈ ചെയ്ത് എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റും, പിന്നെ ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റും, അതുപോലെ ലൈവ് ഷോ അങ്ങനെയൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലായിട്ട്. കാണാൻ പറ്റുമോ നമുക്കറിയില്ല. സോ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫുൾ അയച്ചുകൊണ്ട് ഇനിയിപ്പോൾ കുത്തിയൊക്കെ മാറി പണിയുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഈ സാധനം ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. എന്നിട്ട് നമ്മളെ മൈക്കിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ആയിട്ടൊരു പവറിൻ്റെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ജസ്റ്റ് നമ്മളാ ഈ സാധനം ഒന്ന് ജസ്റ്റ് നമ്മളെ ചാർജിങ്ങിലേക്കും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഫീലിങ്ങൾ സാധനം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓണാണേക്കാൾ മുമ്പായിട്ട് തന്നെ അത് ചെറിയ രീതിയിൽ റെഡ് ഗ്രീൻ ആയിട്ട് എടുക്കും. കണക്ട് ആയെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്രീനാണ്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പറഞ്ഞ കയ്യിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. സംഭവം ചില റിവ്യൂകൾ നോക്കിയപ്പോൾ അതിൽ കണ്ടത് ഇതൊരു വർത്തമാനത്തിൻ്റെ ഇടയിലേക്ക് നല്ല ശബ്ദം ഉണ്ട്. നോക്കിയപ്പോൾ ഹലോ എനിക്ക് ഇപ്പം എങ്ങനെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു ഷർട്ടിനോടെ പിന്നെയുള്ള ഓപ്ഷൻ ഉണ്ട്. റെഡി ആവുന്നതിലൂടെ പറ്റിച്ച ശബ്ദം ഉണ്ടോ അറിയില്ല ശരിക്കും. ഞാൻ ഇനിയിപ്പോൾ വീഡിയോൻ്റെ ഇത് കഴിഞ്ഞിട്ടാണോ നോക്കാൻ. അപ്പോൾ ശബ്ദം ഉണ്ടെന്ന് അറിയാം കമൻറ്റ് ബോക്സിലേക്ക്. അതായത് ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് ഫോണിൻ്റെ അവിടെ കിട്ടി കാണിച്ചെന്നാണ് ആദ്യം തന്നെ വിചാരിച്ചത്. പക്ഷെ ഫോണിന് മറ്റേ കവർ നമ്മളെ ഇടുന്ന കവർ ഇച്ചിരി കൂടുതലായി ഇങ്ങനെ ഉള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അതിപ്പോ നമ്മളെ മൈക്ക് ഇതാണ് ഇവിടെ തന്നെ സാധനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം സംഭവങ്ങളുണ്ട്. പിന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യാം അതും അവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ് നമ്മളെ ഈ ചാർജിങ്ങിലേക്ക് കുത്തിയിട്ടുള്ളതാണ്. വയർലെസ് ആയതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. പിന്നെ ശബ്ദം ഉണ്ടെന്ന് നമുക്ക് അറിയാം. എന്തായാലും നമുക്ക് നോക്കിയാൽ കേട്ടോ. ഒരു മിനിറ്റ്.